പോകുന്നത് നേരെ കണ്ണൂരിലേക്കാണ്. എം സന്തോഷ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ, എങ്ങനെയാണ് കണ്ണൂരിന്റെ പ്രതികരണം? പറയൂ. ഗുഡ് മോർണിംഗ്. വിനിഷ, ഗുഡ് മോർണിംഗ്. കണ്ണൂർ ജില്ലയിലും ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ഈ KSRTC ഡിപ്പോയിലാണ്. ഇവിടെ നിന്നും ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഒരു ബസ്സുകളും സർവീസ് നടത്തിയിട്ടില്ല. എല്ലാ തൊഴിലാളികളും ഈ ഒരു പണിമുടക്കിനോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇവിടെ നിന്നും കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് മാത്രമല്ല, പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും ഈ കണ്ണൂരിൽ KSRTCകൾ സർവീസ് നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെയും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കിംഗ് മേഖലയും ഇൻഷുറൻസ് മേഖലയും അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും എല്ലാം തന്നെ നിശ്ചലമായിരിക്കുകയാണ്. പൂർണ്ണമായും തൊഴിലാളികളും പൊതുജനങ്ങളും ഈ ഒരു പണിമുടക്കിനോട് സഹകരിക്കുന്നത് തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള കാഴ്ചകൾ. കാരണം നേരത്തെ തന്നെ ട്രേഡ് യൂണിയനുകൾ ഈ പണിമുടക്ക് പ്രഖ്യാപിക്കുകയും അത് ജനങ്ങളെ കൃത്യമായ സമയമെടുത്ത് ഈ പണിമുടക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ ദേശീയ പണിമുടക്ക് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ കൃത്യമായും ബോധ്യപ്പെടുത്താൻ ട്രേഡ് യൂണിയനുകൾ ഈ സമയത്തിനകം സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണിമുടക്കിനോട് ജനങ്ങളും പൂർണ്ണമായും സഹകരിക്കുകയാണ്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം തന്നെ പലപ്പോഴും ഈ KSRTC ബസ് സ്റ്റാൻഡിലും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനും എല്ലാം കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇന്ന് കണ്ണൂരിൽ ജില്ലയിലെ കാര്യം നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾക്ക് പൊതുവെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ പണിമുടക്ക് പോകുന്നത്. കാരണം ജനങ്ങൾക്ക് കൂടി സഹകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. തൊഴിലാളികളോ ജീവനക്കാരോ ഇല്ലാത്ത ഒരു വീട് പോലുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തെയും അവരുടെ ജീവിതത്തെയും എല്ലാം തന്നെ ബാധിക്കുന്നതാണ് ഈ രീതിയിലുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ പണിമുടക്കിന് ലഭിക്കുന്നത്. ലേബർ കോഡുകൾ 4 ലേബർ കോഡുകൾ അടിച്ചേൽപ്പിച്ച തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനെതിരെ, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതിനെതിരെ, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തിനെതിരെ, പ്രതിരോധ മേഖലയിലെ വിദേശ നിക്ഷേപത്തിനെതിരെ പ്രധാനമായും ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ട്രേഡ് യൂണിയനുകൾ, കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ CITUവും INTUCയും AITUCയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഈ പണിമുടക്കിൻ്റെ ഭാഗമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ കർഷകരുടെയും കർഷക തൊഴിലാളികളും ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ കിസാൻ സഭയും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി യൂണിയനും എല്ലാം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ മുന്നേറ്റം രാജ്യത്തെമ്പാടും കർഷകരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിലുള്ള വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള തൊഴിലിടങ്ങളെല്ലാം തന്നെ സ്തംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ ബഹുജന സംഘടനകളും ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റ് ജില്ലകളിൽ എന്ന പോലെ തന്നെ കണ്ണൂർ ജില്ലയിലും പണിമുടക്ക് പൂർണ്ണമാണ്. തൊഴിലാളികൾ പണിമുടക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായി ഈ പണിമുടക്കുമായി സഹകരിക്കുന്നതാണ് കണ്ണൂരിലെ കാഴ്ചകൾ. വിനിഷ. ശരി, എം സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.